യു.പിയിൽ 2 മാസങ്ങൾക്ക് മുമ്പാണ് ഹലാൽ ടാഗ് പതിപ്പിച്ച ഉൽപ്പന്നങ്ങളുടെ നിരോധനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയത്. ഭക്ഷ്യവസ്തുക്കൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഹലാൽ സർട്ടിഫിക്കറ്റ് പതിപ്പിക്കുന്നത് മതവികാരത്തിന്റെ മുതലെടുപ്പാണ് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെ കർണാടകത്തിലെ BJP നേതൃത്വവും രാജ്യത്തുടനീളം ഇത്തരത്തിൽ ഹലാൽ ടാഗ് പതിപ്പിച്ച ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ നീക്കങ്ങൾക്ക് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടുകയാണ് BJP. ഹലാൽ ടാഗുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ നടപടിയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ജസ്റ്റിസുമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് UP സർക്കാരിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ സർക്കാർ തീരുമാനത്തിൽ അടിയന്തരമായി ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹലാൽ സർട്ടിഫൈഡ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിതരണം, വിൽപ്പന എന്നിവ പൊതുജനാരോഗ്യം മുൻനിർത്തി നിരോധിച്ചെന്നായിരുന്നു UP സർക്കാരിൻ്റെ ഉത്തരവ്. ഇതുപ്രകാരം ഹലാൽ ടാഗോടെ ഇറച്ചി, പാൽ ഉൽപ്പന്നങ്ങൾ, പഞ്ചസാര, ബേക്കറി ഉൽപ്പന്നങ്ങൾ മുതലായവ നിർമ്മിക്കുകയോ വിൽക്കുകയോ ചെയ്യരുത്. നവംബർ 18-നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ഈ നിരോധനത്തെ ചോദ്യം ചെയ്താണ് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സുപ്രീം കോടതിയെ സമീപിച്ചത്. നിരോധനം രാജ്യവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആ ഹർജിയിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. UPയിൽ നിരോധനം വിജയിച്ചാൽ സ്വാഭാവികമായും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ക്രമേണ രാജ്യമൊട്ടാകെ ഇത്തരത്തിലുള്ള ഒരു നിരോധനം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് കർണാടകയിൽ കണ്ടതും. അത്തരത്തിലുള്ള നീക്കത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുന്നത്.